കൃഷ്ണ ഗുരുവായൂരപ്പ. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു. ഇന്നിപ്പോൾ ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. ഉദയാസ്തമന പൂജ ഉള്ള ദിവസങ്ങളിൽ സാധാരണ ആയിട്ട് തന്നെ നല്ല തിരക്കാവുമല്ലോ. അപ്പോൾ ആ തിരക്കുണ്ടായിരുന്നു. എന്നാലും നമുക്ക് തൊഴാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ പോയിട്ട് ആ മഞ്ജുളാലിൻ്റെ അവിടെ നിന്ന് പ്രദക്ഷിണം ചെയ്യുക. അതിന് ശേഷം നമ്മളിങ്ങനെ വരിക. മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് ആ ഗരുഡനെയൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ അത്തിമര ഗണപതിയുടെ അവിടെ വന്ന് തൊഴാനായിട്ട് വരിക. അത്തിമര ഗണപതിയെ വന്ന് തൊഴുത് സർവ്വവിഘ്നങ്ങളും അകറ്റിത്തരാനായിട്ട് പ്രാർത്ഥിച്ച് നമുക്ക് നേരെ ആ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് പോരാം. അങ്ങനെ പോരുമ്പോൾ ആ വലിയ ബലിക്കല്ല് കാണാം. കൊടിമരത്തിൻ്റെ അപ്പുറത്തുള്ള വലിയ ബലിക്കല്ല്. അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ കാണുന്നത് ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും അതിൻ്റെ നടുക്കായി മഹാലക്ഷ്മി ദേവിയുടെ ആ വിഗ്രഹമൊക്കെ കാണാം. അത് കണ്ട് തൊഴുത് നമ്മൾ വാതിൽപ്പടി കയറുമ്പോൾ ഇടതേ സൈഡിലുള്ള ആ മേൽപ്പത്തൂരിൻ്റെ നാരായണീയ രചിക്കാനായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ടിരുന്ന ആ പീഠം കിടാവൾക്ക് കാണാം. വലതേ സൈഡിലുള്ള തൂണും കണ്ട് തൊഴാം. അങ്ങനെ നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ഭയങ്കര ആകാംക്ഷയായിട്ടാണ് നമ്മൾ നോക്കി. അവിടെ എത്തിയ വഴിക്ക് തന്നെ ആ പ്രകാശം കാണാനായിട്ടാണ് നമ്മൾ നോക്കുന്നത്. പിന്നീടാണ് ആ പ്രകാശം കണ്ടാൽ തന്നെ നമുക്ക് സന്തോഷമായി. ഗുരുവായൂരപ്പനെ കണ്ടേന്നാ. അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ നോക്കുമ്പോൾ കാണുന്നത് എന്താ വെച്ചാൽ കാൽവളകൾ ഇങ്ങനെ കാണാണ്ട്, കുഞ്ഞി കാല് കാണാണ്ട്, പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ പൊന്നിൻ്റെ ഒരു ഊഞ്ഞാൽപ്പടി കാണാണ്ട്. 2 ഇതിൽ ഊഞ്ഞാൽപ്പടിയാണ്. ഊഞ്ഞാൽപ്പടിയുമിങ്ങനെ കാല് തൂക്കിയിട്ട് ഇരിക്കണ പൊന്നുണ്ണിക്കണ്ണനാട്ടോ. ചെറിയൊരു പട്ടൊക്കെ ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അരമണി ഇങ്ങനെ കിടക്കുന്നുണ്ട്. അരമണി കിങ്ങിണിയൊക്കെ കാണാണ്ട് 2 കൈ കൊണ്ടും അരയിൽ ആ പൊന്നോടക്കുഴലിൽ അങ്ങനെ തിരികെ വെച്ചിട്ടുമുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഈ പൊന്നിൻ്റെ ആ ഒരു ഊഞ്ഞാലിൻ്റെയും പൊന്നോടക്കുഴലിൻ്റെയും ഒക്കെ തിളക്കങ്ങനെ നമുക്കിങ്ങനെ കാണാൻ കഴിയും. നല്ല തിളക്കമാണ്. സ്വർണം നെയ്വിളക്കിൻ്റെ പ്രഭയിൽ കൂടെ അങ്ങനെ സ്വർണ്ണവിളക്കിലുള്ള നെയ്യൊഴിച്ച് കത്തിക്കണേൻ്റെ പ്രഭയും ഇതും കൂടി ഇങ്ങനെ വരുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. അങ്ങനെ കൈവളകൾ കാണാണ്ട്, അപ്പോൾ 2 കൈവളകളും കാണാണ്ട് ഇങ്ങനെ ആ ഊഞ്ഞാൽ വള്ളിയിൽ ഇങ്ങനെ പിടിച്ചിങ്ങനെ വെറുതെ പതുക്കെ ഇരുന്ന് ആടുകയാണ്. എനിക്ക് തോന്നുന്നത് യശോദാമ്മ ആട്ടി കൊടുക്കുക അതുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാഴ്ചയാണ്. അങ്ങനെ മുകളിൽ നോക്കുമ്പോൾ മുഖത്തേക്ക് നോക്കിയാൽ ഒരു ഗോപി തിലകം വെച്ചിട്ടുണ്ട്. അതേപോലെ കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് ഒരു വളയം പോലത്തെ മാല ഉണ്ട്. ഒരു മണിമാല, മുത്തുമണി പോലെയുള്ള അതുകൊണ്ടുള്ള മാല ഉണ്ട്. പിന്നെ ഒരു പതക്കം പോലത്തെ മാല ഉണ്ട്. നല്ലൊരു ചെറിയൊരു കുട്ടി, ചെറിയ കുഞ്ഞുണ്ണി അത്ര തന്നെ പറയാം. ഒരു 3 വയസ്സോ 4 വയസ്സിൻ്റെയൊക്കെ അത്രയേ ഉള്ളൂ പ്രായം. അങ്ങനത്തെ ഒരു ഉണ്ണിയാണ്. ആ ഉണ്ണി ഇരുന്നിട്ട് ഉണ്ണീനെ ആട്ടിക്കൊണ്ടിരിക്കുക. ആട്ടണതൊന്നും കാണാനില്ല, നമുക്കും വേണമെങ്കിൽ ആട്ടി കൊടുക്കാം. അത്രയ്ക്കും രസമായിട്ടാണ്. എന്താ പൊട്ടിച്ചിരിക്കുന്ന രൂപം ഇങ്ങനെ മനസ്സിൽ വെച്ച് നോക്കൂ. എന്തൊരു രസമാണെന്നറിയോ. ഉണ്ണിങ്ങനെ വായൊക്കെ പൊളിച്ചിട്ട് ഇങ്ങനെ ചിരിക്കണ ആ ഒരു അതിങ്ങനെ കാണുക. അപ്പോൾ ആ കാണുമ്പോൾ നമ്മളിങ്ങനെ ആട്ടി കൊടുക്കണ ആ ഒരു അവസ്ഥ വളരെ മനോഹരമായിട്ടില്ല. നമ്മളോട് മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ച് അങ്ങനെ കുഴയ ഉണ്ണി. ആ ഒരു കാഴ്ചയാണെന്നേ. എന്തൊരു രസമാണെന്നറിയോ. എത്ര കണ്ടാലും മതിയാവില്ല, അമാതിരി രസം. അങ്ങനെ നോക്കുമ്പോൾ അതേമാതിരി പീലി തിരുമുടി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. കളഭം കൊണ്ട് പീലി ചാർത്തിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ തിരുമുടിമാല 2 ഉണ്ട്. വെളുത്ത പൂവിനാണെന്ന് കൂടുതൽ പ്രസക്തി. അതേപോലെ തുളസിയുണ്ട്, പിന്നെ തെച്ചിയുണ്ട്. അങ്ങനെയുള്ള തന്നെയാണ് 2. അതേപോലെ ഉണ്ടമാല, വലിയൊരു ഉണ്ടമാല കാണാനുണ്ട്. അത് തെച്ചിയും തുളസിയും വെളുത്ത പൂവും തന്നെ. വെളുത്ത പൂവ് നല്ല ഉണ്ടെന്ന്. പിന്നെ മുകളിൽ വിധാനമായിട്ട് 4 തുളസിമാലകളുണ്ട്. ഒരു താമരമാലയുണ്ട്. നല്ല രസമായിട്ട് എത്ര കണ്ണെടുക്കാൻ തോന്നില്ല അങ്ങനത്തെ ഒരു കാഴ്ച. ആ പൊന്നിൻ്റെ ആ ഊഞ്ഞാൽപ്പടിയിൽ ഇങ്ങനെ ഇരുന്ന് ഉണ്ണിങ്ങനെ കളിച്ചിങ്ങനെ എന്താ പറയുക ചിരിച്ചുല്ലസിച്ച് ആടുകയാണ്. നമ്മളിങ്ങനെ സ്വയം ഇങ്ങനെ ഇപ്പം ഞാൻ പറയുമ്പോൾ അതങ്ങനെ ആടിയും കൊണ്ട് പറയണ പോലെയാണ് എനിക്ക് തന്നെ അങ്ങനെ തോന്നുന്നത്. അത്രയ്ക്ക് രസം. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഉണ്ണിയുടെ കേട്ടോ. അപ്പോൾ എല്ലാവരും ആ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിന്ന് കാണുകയാണെന്ന് വിചാരിക്കുക. എന്നിട്ട് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥിക്കാനൊന്നും നേരം കിട്ടില്ല. ഈ ഉണ്ണിയെ കണ്ടാൽ തന്നെ നമുക്ക് സന്തോഷമായി. പിന്നെ ഇനിയിപ്പോൾ എന്താ പ്രാർത്ഥിക്കാനുള്ള എല്ലാം അദ്ദേഹം അറിയണമല്ലേ. എന്നാലും നമ്മൾ പ്രാർത്ഥിക്കണ്ടേ എന്നുള്ള ആ ഒരു ഇതിൽ പറയുക എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അവിടെ ചെല്ലുമ്പോൾ മറ്റൊന്നും നോക്കണ്ട.
ഈശ്വര എനിക്ക് അത് വേണം ഇത് വേണമെന്നൊന്നും പറയാനില്ല. ഈ ഉണ്ണിയെ കണ്ടാൽ പിന്നെ ഇനി ഒന്നും നോക്കാനില്ല. അതാണ് ഉണ്ണിയുടെ മായയാണ്. അപ്പോൾ അവിടെ വരുവോളാണ് നമുക്ക് എന്തൊക്കെയോ സങ്കടമുണ്ട്. അവിടെ ചെന്ന് അവിടെ ആ തൃപ്പടിയുടെ മുന്നിലങ്ങോട്ട് നിന്നിട്ട് ആ ഭഗവാന്റെ ശ്രീലകത്തേക്കാണ് നോക്കിയാൽ പിന്നെ നമുക്കൊരു വിഷമമില്ല. അതാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും പ്രാർത്ഥിച്ചോളൂ, നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അതിന് ശേഷം നമ്മളവിടുന്ന് സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി നേരെ വന്ന് ബലിക്കല്ല്, ആദ്യത്തെ അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴുതു. പിന്നെ തിടപ്പള്ളി നോക്കിയിട്ട് തൊഴുതു. പിന്നെ നേരെ ആ ചുമരിൻ്റെ മുകളിലുള്ള ആലിലക്കണ്ണൻ്റെ ആ ഒരു വരച്ച ചിത്രമുണ്ട്, അത് കണ്ട് തൊഴാം. പിന്നെ സപ്തമാതാക്കളെ കണ്ട് തൊഴുത് നേരെ ഗണേശൻ്റെ അവിടേക്ക് വരിക. ഗണേശൻ്റെ അവിടെ വരുമ്പോൾ കുറച്ചൊക്കെ തിരക്കുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്കങ്ങനെ കയറി നോക്കിയാലേ അവിടെ ആളുകൾ ഇങ്ങനെ തിരഞ്ഞു നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അർച്ചനയ്ക്ക് കൊടുക്കുന്നതൊക്കെ കാണാം. എന്നാലും നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ തൊഴാം. ഇന്ന് ഗണേശൻ എന്താ വെച്ചാൽ അത് നല്ല രസമായിട്ട് തന്നെ ചാർത്ത് നന്നായിട്ടുണ്ട്. ഇന്നും കണ്ണൻ്റെ ആ രൂപത്തിൽ തന്നെയാണ്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയാണ്. ധാരാളം പൂക്കളുണ്ട്, അർച്ചനപ്പൂക്കളുണ്ട്, വളരെ മനോഹരമായിട്ടുണ്ട്. കാതിലൊക്കെ ചെവിപ്പൂക്കൾ ഇങ്ങനെ വലിയ ഇത് വെച്ചിട്ടുണ്ട്. ഒരു നല്ല ഗോപീതിലകം പോലെ തന്നെ വരച്ചിട്ടുണ്ട്, കാണാണ്ട്. അപ്പോൾ എല്ലാവരും ആ ഗണേശനെ കണ്ട് തൊഴുതോളൂ കേട്ടോ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവീനെ കാണുക. സരസ്വതി അറിയിക്ക് നോക്കിയിട്ട് സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് നമ്മൾ ആ കോർണറിലെത്തിയിട്ട്, ഏത്തൊക്കെട്ട് കോർണറിലെത്തിയിട്ട് മായാദേവീനെയും ഗണപതിനെയും ഒക്കെ കണ്ട് തൊഴുത്, അതേപോലെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. അത് കഴിഞ്ഞാൽ മേൽശാന്തിയിൽ അവിടെ നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. ഇന്നത്തെ ഉച്ചപൂജ ഉണ്ടായതുകൊണ്ട് മേൽശാന്തി തന്നെയാണ്. കവപ്രമാരാത്ത് അച്യുതൻ നമ്പൂതിരിപ്പാടാണ്. അപ്പോൾ അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങിയിട്ട് അപ്പുറത്ത് ആ വാമനരൂപവും ഗജേന്ദ്രമോക്ഷ രൂപവും അതേപോലെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത് ആനന്ദപത്മനാഭൻ്റെ അടുത്ത് വരിക. അവിടെ വരുമ്പോൾ അവിടെയും ധാരാളം പൂക്കളുണ്ട്. നല്ല താമര കൊണ്ടുള്ള മാലയുണ്ട്, തുളസി മാലയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കണ്ട് തൊഴുതോളും. മുകളിൽ വിധാനമായിട്ട് നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. പിന്നീട് ഇങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് തൊഴുത് മുരുകനെയൊക്കെ കാണാം, അതൊക്കെ കണ്ട് തൊഴാം. ഹനുമാൻ്റെ അവിടെ എത്തുമ്പോൾ ഒന്ന് കുറച്ച് കുങ്കുമം മാത്രമേ ഉള്ളൂ കേട്ടോ, മാലകളൊന്നുമില്ല. അപ്പോൾ ഹനുമാൻ സ്വാമീനെ പ്രാർത്ഥിച്ചോളൂ കേട്ടോ എല്ലാവരും. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാഗ്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ച് രാധാകൃഷ്ണ വിഗ്രഹവും അതേപോലെ കാളിയമർദ്ദന രൂപവും അതുപോലെ തന്നെ ആ വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് നമ്മൾ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കണം. അതിനുശേഷം ആ കുറച്ച് പടിഞ്ഞാട്ടിൽ മാറിയുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുത് കിഴക്ക് വശത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ മണിക്കിണറും ആ നൃത്താറയൊക്കെ കണ്ട് തൊഴുത് കുറൂരമ്മേനെയും നാരദരെയൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്തിറങ്ങുക. പിന്നീട് വരുന്നത് പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും തീർത്തും വാങ്ങുക. എടത്തരികത്തുകാവിലെ ഭഗവതീനെ കാണാനായിട്ട് പോവാം. അമ്മയുടെ അടുത്ത് വരുമ്പോൾ അവിടെയും കുറച്ചൊക്കെ തിരക്കുണ്ട്. അമ്മയെ കാണുമ്പോൾ എന്താ വെച്ചാൽ ഗോളകയാണ്. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള ആ ഒരു പട്ട് വെളുത്ത അതിന് മുകളിൽ ചുവന്ന പട്ടും കൂടി ആയിട്ടുണ്ട്. പിന്നെ ധാരാളം തെച്ചിപ്പൂക്കളുണ്ട്, അർച്ചനപ്പൂക്കൾ ധാരാളമുണ്ട്. അപ്പോൾ അമ്മേനെ കണ്ട് പ്രാർത്ഥിക്കുക. വലിയ ഒരു പൊട്ടൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എടത്തരികത്തുകാവിലെ ഭഗവതീനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ അങ്ങനെ ആ കോർണറിലെത്തിയിട്ട് മമ്മിയൂരപ്പന് പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലിയിട്ട് മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. അങ്ങനെ നമ്മൾ അവിടുന്ന് പോന്ന്
ആ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും നമ്മുടെ ആ ഊഞ്ഞാൽ കണ്ണനെ ഒന്നുകൂടി കാണാം. ഭഗവാൻ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് എന്നിട്ട് നമസ്കരിക്കുക. പിന്നെ കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്നിട്ട് ആ കിടാവിളക്ക് കാണാം. അവിടേക്ക് നോക്കിയിട്ട് ഒന്ന് നമസ്കരിച്ച് പ്രാർത്ഥിച്ച് പോരാം. പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരുമ്പോൾ കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്, പട്ടമൊക്കെ ഇങ്ങനെ ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ വലിയ മാലകളുണ്ട്, വലിയ മാലകൾ, കാശുമാല പോലത്തെ മാലകളുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമീന് പ്രാർത്ഥിക്കുക കേട്ടോ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ തൊഴുത് പ്രദക്ഷിണം കഴിഞ്ഞ് നമ്മൾ പടിഞ്ഞാറ നടയിൽ വന്നിട്ട് ആ ദീപസ്തംഭത്തിൻ്റെ മുകളിൽ വേണുഗോപാലിനെയും കണ്ട് തൊഴുക. കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്ത് വന്ന് ഇനി നമ്മൾ രുദ്രതീർത്ഥക്കുളത്തെ നോക്കി തൊഴാൻ പോവുക. അങ്ങനെ വലം വയ്ക്കുമ്പോൾ അതിൻ്റെ നടുക്കുള്ള കാളിയമർദ്ദന രൂപത്തിലുള്ള ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നെ പൂന്താനം പൂജിച്ചിരുന്ന വിഗ്രഹമുള്ള നാരായണാലയത്തിൽ വന്ന് അവിടുന്ന് തൊഴുത് പ്രാർത്ഥിച്ച് നേരെ ഭഗവതി നടയിൽ വന്നൊന്ന് പ്രാർത്ഥിക്കാം. പിന്നെ വന്നിട്ട് ആ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടുന്ന്, കിഴക്കേ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ അവിടുന്ന് ഭഗവാനെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ഒരിക്കൽ കൂടി കണ്ട് തൊഴുത് നേരെ തെക്കേ നടയിലുള്ള ആ ഒരു കൂവളത്തെ പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവുക. അങ്ങനെ പ്രദക്ഷിണം ചെയ്ത് മഹാദേവനെയും പാർവതീദേവീനെയൊക്കെ പ്രാർത്ഥിച്ച് പ്രദക്ഷിണം ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. ഇനി നമ്മൾ രാമായണത്തിലെ ഒരു കഥ, അതായത് വനവാസകാലത്തെ ആരണ്യകാണ്ഡത്തിലുള്ള ഒരു കഥയാണ് വിരാതവധം. ദണ്ഡകാരണ്യത്തിൽ പ്രവേശിച്ചിട്ടുള്ള ശ്രീരാമനും സീതയ്ക്കും ലക്ഷ്മണനും നേരിടേണ്ടി വന്ന ആദ്യത്തെ വലിയ വെല്ലുവിളിയായിരുന്നു വിരാതൻ എന്ന രാക്ഷസൻ. ഭീകരരൂപിയും അതിശക്തനുമായിരുന്നു വിരാതൻ. മുനിമാരെയും ആശ്രമങ്ങളെയൊക്കെ നിരന്തരം ഉപദ്രവിച്ചു പോരുന്നു. രാമൻ്റെയും ലക്ഷ്മണൻ്റെയും മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് വിരാതൻ സീതയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. എന്നാൽ ധർമ്മസംരക്ഷകനായ ശ്രീരാമൻ ഈ വെല്ലുവിളി ഏറ്റെടുത്തു. വിരാതനുമായി ഘോരമായ യുദ്ധം നടന്നു. അസ്ത്രങ്ങളോ ശസ്ത്രങ്ങളോ ഏൽക്കാത്ത ഒരു പ്രത്യേകത വിരാതനുണ്ടായിരുന്നു. ഇത് രാമനെയും ലക്ഷ്മണനെയും ഒരു നിമിഷം വിഷമിപ്പിച്ചെങ്കിലും വിരാതനെ സാധാരണ ആയുധങ്ങൾ കൊണ്ട് വധിക്കാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയ രാമൻ അവനെ ജീവനോടെ കുഴിച്ചു മൂടാൻ തീരുമാനിച്ചു. ഒടുവിൽ രാമൻ്റെയും ലക്ഷ്മണൻ്റെയും അസാമാന്യമായ ശക്തിക്കും യുക്തിക്കും മുന്നിൽ വിരാതൻ കീഴടങ്ങി. അവർ അവനെ ഒരു വലിയ കുഴിയെടുത്ത് അതിലടക്കം ചെയ്തു. വിരാതൻ്റെ വധം രാമൻ്റെ ധൈര്യത്തിൻ്റെയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ശരിയായ തീരുമാനമെടുക്കാനുള്ള കഴിവിൻ്റെയും തിന്മയെ നശിപ്പിക്കാനുള്ള ദൃഢനിശ്ചയത്തിൻ്റെയും ഉത്തമ ഉദാഹരണമാണ്. നിരവധി പ്രതിബന്ധങ്ങളിൽ ആയിരുന്നു അതിലുണ്ടായിരുന്ന ആരണ്യകാണ്ഡത്തിൽ തന്നെ. അതിലെ ഒരു തുടക്കമായിരുന്നു ഇത് എന്നാണ്. പിന്നീട് വരുന്നത് ശരിക്കും ശൂർപ്പണഖയുടെ ആ ഒരു പ്രശ്നമാണ്. അതായത് സീതയും ഒത്തിട്ട് രാമനും ലക്ഷ്മണനൊക്കെ വസിക്കുന്ന സമയത്ത് ലങ്കാധിപതിയായ രാവണൻ്റെ സഹോദരി ശൂർപ്പണഖ രാമനെ കാണാനിടയായി. രാമൻ്റെ സൗന്ദര്യത്തിൽ മോഹിതയായ ശൂർപ്പണഖ രാമനെ പ്രണയിക്കാൻ വിവാഹാഭ്യർത്ഥന നടത്തുകയൊക്കെ ചെയ്തു. എന്നാൽ ഏകപത്നീവ്രതനായ രാമൻ അവളുടെ ആഗ്രഹം നിരാകരിക്കും, താൻ സീതയുടെ ഭർത്താവിനാണെന്ന് അറിയിക്കും. തുടർന്ന് രാമൻ ശൂർപ്പണഖയെ ലക്ഷ്മണൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ഞാൻ കല്യാണം കഴിച്ചതാണ്, ഇനിയിപ്പോൾ കല്യാണം കഴിക്കാത്തത് ലക്ഷ്മണനാണ്, ലക്ഷ്മണനോട് പോയി ചോദിച്ചോളൂ എന്നാണ്. അപ്പോൾ അത് ലക്ഷ്മണനും എനിക്ക് പറ്റില്ല, ഞാൻ കല്യാണം കഴിച്ച എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് ഒഴിവായി. അപ്പോൾ ശൂർപ്പണഖ സീതയെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഇത് കണ്ട ലക്ഷ്മണൻ കോപിതനായി ശൂർപ്പണഖയുടെ മൂക്കും സാധനങ്ങളൊക്കെ ഛേദിച്ചു. വിരൂപയാക്കപ്പെട്ട ആ ശൂർപ്പണഖ തൻ്റെ സഹോദരങ്ങളായ ഗരദൂഷണന്മാരോട് പരാതിപ്പെട്ടു. ഗരദൂഷണന്മാർ വലിയൊരു രാക്ഷസേനയോടൊപ്പം രാമനോട് യുദ്ധത്തിന് പുറപ്പെട്ടു. രാമനാൽ വധിക്കപ്പെടുകയും ചെയ്തു. ഈ സംഭവത്തിന് ശേഷം ശൂർപ്പണഖ ലങ്കയിലേക്ക് പോയി തൻ്റെ സഹോദരനായ രാവണനോട് കാര്യങ്ങൾ വിശദീകരിച്ചു. സീതയുടെ സൗന്ദര്യത്തെക്കുറിച്ചും രാമൻ്റെ ശക്തിയെക്കുറിച്ചൊക്കെ രാവണനോട് പറഞ്ഞു. സഹോദരിക്ക് നേരിട്ട അപമാനത്തിലും ഗരദൂഷണന്മാരുടെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ രാവണൻ തീരുമാനമെടുക്കുന്നതോടുകൂടിയാണ് രാമായണ കഥയിലെ വലിയ ഒരു വഴിത്തിരിവുണ്ടാവുന്നത്. പിന്നീടാണ് സീതാഭരണവും രാവണവധത്തിലൊക്കെ എത്തിച്ചേർന്നത്. അപ്പോൾ ചെറിയ കഥയാണ്,
ഇനി നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരോടും കൂടി. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടിയിട്ട്. മാളവിക പൂരാടം പരീക്ഷാ വിജയത്തിന് വേണ്ടിയിട്ടാണ്. റാണി ഉദയൻ്റെ മകന് കല്യാണം, മകൾക്ക് കുട്ടികളുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ലീലാബായിക്ക് കേസ് ജയിക്കാൻ വേണ്ടിയിട്ട്. വസന്തകുമാരിക്ക് അശ്വതി അസുഖം മാറാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ പത്മജയുടെ ചേച്ചിക്ക് നടക്കാൻ സാധിക്കാൻ വേണ്ടിയിട്ട്. ശ്യാമള ആയില്യം എന്താ പറയുക, സർജറി ഇല്ലാതെ അസുഖം മാറാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചിഞ്ചു തിരുവാതിര, അനീഷ് കാർത്തിക എന്നിവർക്ക് സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ ശ്രീലയുടെ മോളുടെ അസുഖം മാറാനും വീട് കിട്ടാനും വേണ്ടിയിട്ടാണ്. രജനിയുടെ മകന് ജോലി, അഭിജിത്ത് ചതയം. ആരാധ്യയുടെ മോൾക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. സരളാചന്ദ്രൻ്റെ മോൾക്ക് വീട് കിട്ടാൻ വേണ്ടി. ഇന്ദിര രോഹിണി അസുഖം മാറാൻ വേണ്ടിയിട്ടാണ്. ശരൺ ഭരണി ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. ശൈലജയുടെ മോൻ്റെ പരീക്ഷാ വിജയത്തിന് വേണ്ടിയിട്ട്. ഗിരിജയുടെ കുടുംബജീവിതം നന്നാവാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും പേരവിടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പിന്നെ നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി നമുക്ക് നാരായണൻ കുറച്ച് നിർത്തി വച്ചിരുന്നു ഓരോ കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി വായിക്കാം. 1-ാം അധ്യായത്തിലെ 10-ാമത്തെ ശ്ലോകമാണ് ഇന്ന് വായിക്കാനുള്ളത്. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിമയമനം വിശ്വതേജോഹാരണാം തേജസംഹാരി വീര്യം വിമലമപി യശോനി സ്പൃഹൈച്ഛോപഗീതം അംഗാസംഗ സദാ ശ്രീരഖിലവിദസി ന ക്വാവി തേ സംഗവാർത്ത തദാദാകാരവാസിൻ മുരഹര ഭഗവച്ഛബ്ദമുഖ്യശ്രയോസി. ഐശ്വര്യം, അവിടുത്തെ ഐശ്വര്യം, അതായത് ഈശ്വരത്വം, സ്വാമിത്വം. ശങ്കരാദീശ്വര വിനിയമനം, ശ്രീ പരമേശ്വരൻ മുതലായ ഈശ്വരന്മാരെ കൂടി വിശേഷിപ്പിച്ചും നിയമിക്കുന്നത്, അതായത് തൻ്റെ ചൊൽപ്പടിക്ക് നിർത്തുന്നത് ആകുന്നു, അങ്ങാകുന്നു എന്നാണ്. വീര്യം വിശ്വതേജോഹാരണം തേജസംഹാരി, അവിടുത്തെ വീര്യം സർവ്വ തേജസ്സുകളെയും പിടിച്ചടക്കുന്നവരുടെ, സൂര്യാഗ്നി പ്രഭൃതികളുടെ തേജസ്സിനെയും കീഴ്പ്പെടുത്തുന്നതാകുന്നു. വിമലം യശ അഭി, സംശുദ്ധമായ യശസ്സും. നിസ്പൃഹേ ച ഉപഗീതം, നിസ്പൃഹന്മാർ, ഒന്നിലും കാംക്ഷയില്ലാത്ത സിദ്ധന്മാരാൽ പോലും പുകഴ്ത്തപ്പെട്ടതത്രേ. ശ്രീ സദാ അംഗാസംഗ, സാക്ഷാൽ ലക്ഷ്മി ദേവി ഏതുകാലത്തും അവിടുത്തെ തിരുവുടലിനോട് താൽപ്പര്യം കാട്ടിക്കൊണ്ട് വർത്തിക്കുന്നു. അഖിലവത് അസി, അങ്ങ് സർവജ്ഞനാകുന്നു. സംഘവാർത്താതേ ന ക്വാബി ക അബി, ആസക്തിയുടെ കഥ പോലും അങ്ങയ്ക്ക് ഒന്നുമില്ല. തത് വാദകാരവാസിൻ, ആകയാൽ അല്ലയോ ഗുരുവായൂരപ്പ, മുരഹര ഭഗവച്ഛബ്ദമുഖ്യാശ്രയ അസി, മുരാന്തക, അവിടുന്ന് ഭഗവാൻ എന്ന പേരിന് പ്രധാന ആശ്രയമാകുന്നു എന്നാണ് അതിൻ്റെ. ഇനി അതായത് കഥയുടെ മുരാരിയായ ഗുരുവായൂരപ്പ, അങ്ങയുടെ ഐശ്വര്യം ശങ്കരാദികളായ ദേവന്മാരുടെ പ്രവൃത്തികളെ അതത് അധികാരങ്ങളിൽ വ്യാപരിപ്പിക്കുന്നു. വീര്യമാകട്ടെ അന്യന്മാരുടെ തേജസ്സിനെ ഹരിക്കുന്ന ബ്രഹ്മാദികളുടെ പ്രഭാവത്തെ സംഹരിക്കുന്നു. അങ്ങയുടെ യശസ്സ് മുക്തന്മാരായ യോഗികളാൽ വർണ്ണിക്കപ്പെടുന്നു. മാത്രമല്ല ശ്രവണമാത്രത്താൽ തന്നെ പാപത്തെ ഇല്ലായ്മ ചെയ്യുന്നതുമാണ്. അങ്ങയുടെ ശ്രീയാകട്ടെ ഭഗവത് ശരീരവുമായി ഏറ്റവും ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങയുടെ ആത്മാവിനെയും സ്വമായയെയും മായാപ്രപഞ്ചത്തെയും നന്നായി അറിയുന്ന ജ്ഞാനിയാണ്. അങ്ങേക്ക് ഒരു വിഷയത്തിലും സംഘമില്ല, അങ്ങ് നിസ്സംഗനാണ്. അതിനാൽ ഭഗവാൻ എന്ന ശബ്ദത്തിൻ്റെ മുഖ്യ വാച്യാർത്ഥമാകുന്നു അങ്ങ്. ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, അസംഗത്വം ഇവ 6 ചേരുന്നതാണ് ഭഗം. ഇവയിൽ എല്ലാം തികയാത്തവരെയും ചിലപ്പോൾ ഭഗവാൻ എന്ന് പറയാറുണ്ടെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ഭഗവത് ശബ്ദത്തിൻ്റെ അർത്ഥം പൂർണ്ണമല്ല.
എന്നാൽ ഇവ ആറും പൂർണ്ണമായി അങ്ങയിൽ വിലസുന്നതുകൊണ്ട് ഐശ്വര്യാദികൾ ആറും തികഞ്ഞ അങ്ങാണ് യഥാർത്ഥ ഭഗവാൻ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. കൃഷ്ണ ഗുരുവായൂരപ്പ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.